ഇൻവെസ്റ്റിംഗ് ഇസ് എ ലൂസർ എസ് ഗെയിം എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയത് ചാൾസ് ഡി എലസ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിക്ഷേപത്തെ ഒരു ടെന്നീസ് കളിയോട് ഉപമിക്കുന്ന ഒരു കഥയുണ്ട്. ചാൾസ് എല്ലിസിന്റെ ടെന്നീസ് കഥ ഇതാണ്. വളരെ പ്രൊഫഷണലായ ടെന്നീസ് കളിക്കാർ അവരുടെ കളിയിൽ വിജയിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുമ്പോഴാണ്. അവർ അവരുടെ എതിരാളിയേക്കാൾ മികച്ച ഷോട്ടുകൾ കളിച്ചാണ് പോയിന്റുകൾ നേടുന്നത്. ഇതിനെ ഒരു വിന്നേഴ്സ് ഗെയിം എന്ന് വിളിക്കാം. എന്നാൽ അമച്വർ ടെന്നീസ് കളിക്കാർ കളിക്കുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അവർക്ക് പ്രൊഫഷണൽ കളിക്കാരെപ്പോലെ മികച്ച ഷോട്ടുകൾ കളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ കൂടുതലായി തെറ്റുകൾ വരുത്തും, പന്ത് വലയിൽ തട്ടുകയോ പുറത്തേക്ക് അടിക്കുകയോ ചെയ്യും. അമച്വർ കളിക്കാരുടെ കളിയിൽ ആര് കൂടുതൽ പോയിന്റുകൾ നേടി എന്നതിലല്ല, ആര് കുറവ് തെറ്റുകൾ വരുത്തി എന്നതിലാണ് വിജയം നിർണ്ണയിക്കപ്പെടുന്നത്. അതായത് കുറവ് തെറ്റുകൾ വരുത്തുന്ന ആളാണ് വിജയിക്കുന്നത്. ഇതിനെ ഒരു ലൂസേഴ്സ് ഗെയിം എന്ന് വിളിക്കാം. ഇത് നിക്ഷേപവുമായി ബന്ധപ്പെടുത്തി ചാൾസ് എല്ലിസ് പറയുന്നത് ഇങ്ങനെയാണ്. സാധാരണ നിക്ഷേപകർ, അതായത് അമച്വർ കളിക്കാരെപ്പോലുള്ളവർ, പ്രൊഫഷണൽ നിക്ഷേപകരെപ്പോലെ മികച്ച സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. എന്നാൽ അവർ പലപ്പോഴും തെറ്റുകൾ വരുത്തുകയും വികാരങ്ങൾക്ക് അടിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ചാൾസ് എല്ലിസ് പറയുന്നത് സാധാരണ നിക്ഷേപകർക്ക് പ്രൊഫഷണൽ കളിക്കാരെപ്പോലെ ആകാൻ കഴിയില്ല. അതിനാൽ അവർ വിന്നേഴ്സ് ഗെയിം കളിക്കാൻ ശ്രമിക്കാതെ ലൂസേഴ്സ് ഗെയിം കളിക്കുകയാണ് വേണ്ടത്. അതായത് വലിയ തെറ്റുകൾ ഒഴിവാക്കുക. അതിന് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചില വഴികൾ ഇവയാണ്. പലതരം ഓഹരികളിൽ നിക്ഷേപിക്കുക, ഡൈവേഴ്സിഫിക്കേഷൻ. വലിയ റിസ്കുകളുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക. പലപ്പോഴും ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാതിരിക്കുക. ചുരുക്കത്തിൽ നിക്ഷേപം ഒരു ലൂസേഴ്സ് ഗെയിം ആണ്. കാരണം അതിൽ വിജയിക്കാൻ നിങ്ങൾ മികച്ച നിക്ഷേപങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ വലിയ തെറ്റുകൾ വരുത്താതിരിക്കുകയാണ് പ്രധാനം.